ഒരു വലിയ ലാഭമൊന്നും ഇല്ലല്ലോ. നോ ലോസ് നോ പ്രോഫിറ്റ്. ആ രീതിയിൽ പോയാൽ മതി. ആ രീതിയിൽ ഒരു ബുക്ക് ബ്രേക്ക് ഇവൻ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സമാധാനം കാണാം. ഞങ്ങളും അതാ കാണുന്നത്. നമുക്ക് വലിയ നഷ്ടമില്ല, എന്നാ പിന്നെ വലിയ ലാഭമില്ല. പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് അല്ല. അല്ലെങ്കിൽ അത്രയും പിന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവണം. പിന്നെ വാപ്പയെ സംബന്ധിച്ച്, വാപ്പയെ പറ്റി ഒത്തിരി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇറക്കിയിട്ടുണ്ടോ? വാപ്പ എഴുതിയ പുസ്തകങ്ങൾ മുഴുവൻ ഞങ്ങൾ ഇറക്കിയത്. ഇപ്പം രണ്ടാമതും മൂന്നാമത് റീപ്രിന്റുകൾ വരാറുണ്ടല്ലേ? 5 10 എഡിഷൻ വന്നു. അതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ആ പരിപാടി മറ്റേ പൂനൂർ നവാസ് പൂനൂർ എഴുതിയിട്ടുണ്ട്. വാപ്പയുടെ CHന്റെ കഥ എന്ന് പറഞ്ഞിട്ട് വാപ്പയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം അന്ന് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അന്ന് മുന്നേറ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നോട് പറഞ്ഞല്ലോ, ഇനി വാരിക ആരംഭിക്കാം, അങ്ങനെ പരിപാടി ഉണ്ടോ? ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് ഈ മെയ് മാസം മുതൽ വീണ്ടും പ്രിന്റ് ചെയ്യാൻ തുടങ്ങാം. ഇത് ഇപ്പം ഉണ്ട്, ഇപ്പം ഓൺലൈനിലാണ് ഉള്ളത്. ഇനി മുതൽ പ്രിന്റ് ചെയ്യാൻ അതിൻ്റെ പിന്നെ ചാർജ് ഇപ്പം എനിക്കാണ് തന്നിരിക്കുന്നത്. ചന്ദ്രികയുടെ ഡയറക്റ്റ് ഒരു കാലത്ത് ഏറ്റവും നന്നായിട്ട് പോയിട്ടുള്ള വാരികകളൊന്നായിരുന്നു ആഴ്ചപ്പതിപ്പ്. വാങ്ങിക്കുമായിരുന്നു. പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിലായിരുന്നു എഴുതാറുള്ളത്.